ഹലോ, വെൽക്കം ബാക്ക്. കല്യാണ തിരക്കൊക്കെ കഴിഞ്ഞ് ഞാൻ ഇന്നാണൊന്ന് ഫ്രീ ആയത്. അപ്പം രാവിലെ ആറ്റുകാൽ ക്ഷേത്രത്തിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇന്ന് ആറ്റുകാൽ ക്ഷേത്രത്തിൽ കൊടി കയറുന്ന ദിവസമാണ്. അപ്പം ആറ്റുകാൽ അമ്മയെ ഒന്ന് പോയി കണ്ട് തൊഴുതിട്ട് എൻ്റെ കുടുംബക്ഷേത്രവും ഇന്ന് ഉത്സവം അവിടെ അവസാനിക്കുകയാണ്. 5 ദിവസമായിട്ട് നടക്കുന്ന ഉത്സവം ഇന്ന് ലാസ്റ്റ് ദിവസമാണ്. അപ്പം അവിടെയും പോയി തൊഴണം. ആറ്റുകാൽ ക്ഷേത്രത്തിലെ ദർശനം എത്ര സമയമെടുക്കും എന്നൊന്നും അറിയാൻ വയ്യ. ഏതായാലും പോയി ഒന്ന് അമ്മയെ കണ്ട് തൊഴണം. പൊങ്കാല മാർച്ച് 3-ാം തീയതിയാണ്. എല്ലാ വർഷവും പൊങ്കാല ഇടാറുണ്ട്. അതുപോലെ ഈ വർഷവും പൊങ്കാലയ്ക്ക് പോകണം. നല്ല തിരക്കായിരുന്നു. റോഡിലെല്ലാം ലൈറ്റും അറേഞ്ച്മെൻറ്റും കാര്യങ്ങളും ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ആറ്റുകാലമ്മയുടെ ആ ഉത്സവ പ്രതീതിയും അവിടുത്തെ ആ ഒരു കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. എന്നാൽ ഇപ്പം കുറച്ചും കൂടെ കാര്യങ്ങളെല്ലാം നല്ല നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട് അവർ. പാർക്കിംഗ് സൗകര്യവും കാര്യങ്ങളും ഒക്കെ കുറച്ചും കൂടെ വിപുലീകരിച്ച്, ന്യൂസിലൊക്കെ നിങ്ങൾ കണ്ടു കാണുമല്ലോ, കുറച്ചും കൂടെ വിപുലീകരിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പാർക്കിംഗ് ഒക്കെ നമുക്ക് നന്നായിട്ട് നല്ല സൗകര്യമായിരുന്നു. പാർക്കിങ്ങിനൊക്കെ ഒന്നും ഒരു ബുദ്ധിമുട്ട് അവിടെ വന്നിട്ടില്ല. പിന്നെ തൊഴാനും എല്ലാം നല്ല അറേഞ്ച്മെൻറ്റാണ് കേട്ടോ. നന്നായിട്ട് എല്ലാ കാര്യങ്ങളും അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് നിന്ന് തൊഴാനും നല്ല ദർശനവും കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല ദർശനം കിട്ടി. നന്നായിട്ട് തൊഴുത് പിന്നീട് വരുന്ന ഭക്തജനങ്ങളുടെ ഒരു കാര്യമെന്ന് വെച്ചാൽ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾ ഈ ഒരു ദിവസങ്ങളിൽ നമുക്ക് പ്രത്യേകിച്ച് അർച്ചന കാര്യങ്ങൾ ഇതൊക്കെ ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. വഴിപാട് നടത്താം, അവിടെ തിരക്കില്ല. പക്ഷെ ബാക്കിയുള്ളതൊക്കെ നമുക്ക് കറക്റ്റായിട്ട് ആ പൂജയൊക്കെ ചെയ്ത് കിട്ടുന്നതിനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. അല്ലാത്ത ദിവസങ്ങളിലായിരിക്കും അത് നന്നായിട്ട് നടത്താൻ പറ്റുന്നതെന്ന് എനിക്ക് തോന്നുന്നു. പിന്നീട് നമ്മുടെ അന്നദാനം ഇവിടെ നടക്കുന്നുണ്ട്. ഞാൻ അന്നദാനത്തിന് നിന്നില്ല. കാര്യം അന്നദാനം കഴിക്കാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ കുടുംബക്ഷേത്രത്തിലും കൂടെ പോകാൻ സമയം കിട്ടത്തില്ല. അപ്പം കുടുംബക്ഷേത്രത്തിലും അന്നദാനം ഉള്ളതുകൊണ്ട് നേരെ കുടുംബക്ഷേത്രത്തിലോട്ട് പോയി. ഈ കാണുന്നതാണ് എൻ്റെ കുടുംബക്ഷേത്രം, തിരുവനന്തപുരത്ത് പുന്നർത്തല ദേവീ ക്ഷേത്രം. വളരെ ശക്തിയുള്ള ഭദ്രകാളി ദേവിയാണ് അവിടെ കുടികൊള്ളുന്നത്. എല്ലാ മാസവും ഞാൻ പോകാറുണ്ട്. ഉത്സവത്തിന് പിന്നെ പ്രത്യേകിച്ച് പോകാതിരിക്കാൻ പറ്റില്ലല്ലോ. 5 ദിവസമായിട്ട് വളരെ ഗംഭീരമായ ഉത്സവ പരിപാടികളാണ് അമ്പലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ വീഡിയോയിൽ കാണുന്ന എൻ്റെ വല്യമ്മച്ചിയാണ്. വല്യമ്മച്ചി തിരുവനന്തപുരത്ത് തന്നെയാണ് താമസം. അപ്പോൾ ഉത്സവത്തിന് അവിടെ ചെല്ലുമ്പോഴാണ് നമ്മൾ കുടുംബക്കാരെയൊക്കെ അവിടെയൊക്കെ കാണാൻ പറ്റുന്നത്. പിന്നെ അടുത്ത് നിൽക്കുന്നതായിട്ട് നമ്മുടെ ക്ഷേത്രത്തിലെ പ്രസിഡൻറ്റ് ദീപക് അണ്ണനാണ് ഉത്സവത്തിൻ്റെ കാര്യങ്ങളും ബാക്കി എല്ലാ കാര്യങ്ങളും നടത്തിക്കൊണ്ട് പോകുന്നത്. അമ്പലത്തിൽ തൊഴുതിറങ്ങി ബാക്കി കാര്യങ്ങളും പൂജകളും എല്ലാം നടത്തിയൊക്കെ ഇറങ്ങിയപ്പം 12:30 മണി കഴിഞ്ഞു. ഇനിയിപ്പോൾ അന്നദാനത്തിൻ്റെ സമയമാണ്. 5 ദിവസമായിട്ടും അന്നദാനമുണ്ട്. 5-ാമത്തെ ദിവസം വളരെ ഗംഭീരമായ സദ്യയായിരുന്നു. ഞങ്ങളും അതിൽ പങ്കു ചേർന്നിട്ടാണ് തിരിച്ചു വന്നത്. എൻ്റെ വീഡിയോസ് കാണുന്ന നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബർ മെയിനായിട്ട് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് അഭിപ്രായങ്ങൾ അറിയിക്കുക. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.